പിന്നെ എനിക്ക് ഈ പ്രചരണ രംഗത്ത് രാഹുലിനെ വിലയിരുത്തിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു വിമർശനം പറയട്ടെ. അതിനകത്ത് രാഹുലിന് വ്യത്യസ്ത അഭിപ്രായമാണ്, അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനോടകം. ആ ചങ്ങായിക്ക് കൈ കൊടുക്കാതെ പോയത് ശരിയായില്ല. അല്ല, അതിനകത്ത് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, അത് ഞാൻ പറയാൻ കാരണം രാഹുൽ തന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2-3 കാരണങ്ങളുണ്ട്. സ്നേഹത്തിന്റെ കട തുറക്കുന്ന നേതാവാണ്. അല്ല, 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് ഒന്ന് ഞങ്ങളെ വാതുക്കൽ ഒന്ന് ആലോചിച്ചിട്ടുണ്ട് അല്ലേ? വാതുക്കെ കണ്ടിട്ടാണ് പോകുന്നത് അല്ലേ? ശരിയാണോ ഇല്ലയോ ചോദിച്ചു നോക്ക്. വാതുക്കെ വരിപ്പുണ്ട്. വാതുക്കെ ഇങ്ങനെ ഫേസ് ടു ഫേസ് കണ്ടിട്ടാണ് പോകുന്നത്. അന്നേരം കൈ തരണമെന്ന് തോന്നിയിട്ടില്ല. അന്നേരം കൈ തരാൻ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചോ? സത്യസന്ധമായിട്ട് പറയും. നിങ്ങൾ വാതുക്കലുണ്ടല്ലോ, നിങ്ങളെ സാക്ഷി പറയുകയാണ്. വാതുക്കലുണ്ട് അയാള്. കുഴപ്പമുള്ള മറുപടി ഒന്നും പറയില്ല. ഫേസ് ടു ഫേസ് വന്നു. അതായത് ഫേസ് ടു ഫേസ് വന്നു. ഇപ്പൊ ലക്ഷ്മിക്ക് ഞാൻ എപ്പോഴാണ് കൈ തരേണ്ടത്? ലക്ഷ്മിയോടുള്ള ആ ദിവസത്തെ ഫസ്റ്റ് മീറ്റിങ്ങിലല്ലേ? അന്നേരം കൈ തന്നില്ല. അത് കഴിഞ്ഞ് കുറെ ചാനലുകാരുടെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു, നമ്മളെന്തിനാ ഈ ചാനലുകാരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്യുന്നതിന്? അതുകൊണ്ടുള്ള മെച്ചം എന്താണ്? ഒന്ന്. 2, നമ്മുടെ ഈ പ്രവർത്തകർക്കൊരു വികാരമുണ്ട്. ഇപ്പം അത് നമ്മളിപ്പോൾ എതിർ രാഷ്ട്രീയക്കാർക്ക് കൈ കൊടുക്കില്ല എന്നുള്ളതല്ല. അതായത് ഇപ്പം അതേ ദിവസം തന്നെ MP രാജേഷിന് അകത്ത് പോയിട്ട് ഞങ്ങൾ വർത്തമാനം പറഞ്ഞു തന്നു. പിന്നെ ഇനിയും ഗോപിയേട്ടൻ അങ്ങനെ എതിർ രാഷ്ട്രീയക്കാരായിട്ട് ഞാൻ കൂട്ടുന്നില്ല. ഗോപിയേട്ടനോട് നമ്മൾ വർത്തമാനം പറയുന്നുണ്ട്. ഗോപിയേട്ടനെ കാണുമ്പോൾ തന്നെ എന്താ ചെയ്യുന്നത്? ഗോപിയേട്ടൻ വാടാ എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാനായിട്ട് കൈ നീട്ടി നിൽക്കുകയാണ്. ആ വിഷ്വലുണ്ട് നിങ്ങളുടെ കയ്യിൽ. MP രാജേഷിന് കൈ കൊടുത്തു. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ പലപ്പോഴും BJPയുടെ സ്ഥാനാർത്ഥി കാണുമ്പോൾ നമ്മൾ കൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത്, നമ്മളിതൊക്കെ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ ലക്ഷ്മിക്ക് കൈ തരേണ്ടത് നമ്മൾ പ്രഹസനമല്ല. നമുക്ക് ശരിക്കും കൈ തരാൻ തോന്നുമ്പോൾ നമ്മൾ കൈ തരിക. അതൊരു ഷെയ്ക്ക് ഹാൻഡ് അല്ലേ, നമ്മളൊരു വിഷല്ലേ. അതും അതിനെപ്പോലെ ഒരു പ്രചരണമാക്കുന്നതിനോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് യോജിക്കാൻ കഴിയില്ല. പിന്നെ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കും. രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരിയെ, അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് എങ്ങനെ കൈ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. വരില്ല. കാരണം എന്താ അറിയോ? കാരണം അതിനകത്ത് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് എല്ലാത്തിനെയും വളരെ നിർമ്മമതയോടെ നേരിടുന്ന ഒരാളായിട്ടാണ് ഞാൻ അതെന്തറിയോ, നമുക്ക് കുറേയൊക്കെ കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് കഴിയുമായിരിക്കും. ഞാൻ പറഞ്ഞത് ഉദാഹരണം പറയുന്നതാണ്. രാഹുൽ ഗാന്ധിക്ക് കഴിയുമായിരിക്കും. അതുകൊണ്ടാണല്ലോ അയാൾ രാഹുൽ ഗാന്ധിയും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി മാറുന്നത്. ആ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ടല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, ഞാനിതിൻ്റെ അടിസ്ഥാനപരമായി ഇതിൻ്റെ പോസ്റ്റർ ഒട്ടിച്ച് ചുമര് പിന്നെ എഴുതാൻ വൈറ്റ് അടിച്ച് ചുമര് എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. കാരണം എൻ്റെ കൈവശം വളരെ മോശമായതുകൊണ്ട്. അങ്ങനെ ആളാണ്. എനിക്ക് പാർട്ടിയിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ എനിക്കത് വിഷമമാണ്, ഉൾക്കൊള്ളാൻ പറ്റില്ല. അത് എന്ത് കാരണത്തിൻ്റെ പേരിലായാലും. എന്ന് കരുതി അവരോട് പ്രതികാര മനോഭാവമൊന്നുമില്ല. പക്ഷെ എനിക്ക് പ്രയാസമാണ്. അതല്ലാതെ എതിർ സ്ഥാനാർത്ഥിയോടുള്ളതാണെങ്കിൽ ഇവിടുത്തെ മുഖ്യ എതിരാളി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനെ കാണുമ്പോൾ വർത്തമാനം പറയാറുണ്ട്. കാണുമ്പോൾ പരസ്യമായിട്ട് വർത്തമാനം പറയും, രഹസ്യ വർത്തമാനമല്ല. ഇപ്പോഴും സാറിനോട് വർത്തമാനം പറയില്ല? അല്ല, അങ്ങനെ വർത്തമാനം എന്തെങ്കിലും മിണ്ടോ? നമുക്കതൊക്കെ ഒരു പ്രയാസമാണ്, നമുക്കൊരു നിരാശയുണ്ട്.